പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിളിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. റോമർ 8:31 ഇപ്രകാരം പറയുന്നു. ഒന്നും കൂടെ ഞാൻ വാക്യം പറയാം. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. പ്രിയരെ, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇതിനൊക്കെ അതിജീവിക്കുവാൻ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആമേൻ, പ്രൈസ് ലോർഡ്, പ്രതികൂലം നമുക്കൊന്നുമില്ല. ആമേൻ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ആമേൻ, സ്തോത്രം. പൗലോസ് ഇപ്രകാരം പറയുന്നു, ദൈവം എനിക്ക് അനുകൂലമാണ്. എനിക്ക് എല്ലാ പ്രയാസങ്ങളും, എൻ്റെ ദുഃഖങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാത്തിലും ദൈവം എനിക്ക് അനുകൂലമാണ്. ആമേൻ, സ്തോത്രം. ഉറപ്പായി പറയാം, ദൈവം എനിക്ക് അനുകൂലമുണ്ട്, ദൈവം എനിക്ക് അനുകൂലമാണ്. കാരണം ഞാൻ ദൈവഹിതപ്രകാരം നടക്കുന്നു, ദൈവവചനപ്രകാരം മുന്നോട്ട് പോകുന്നു. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് പ്രിയരെ, എനിക്ക് പറയുവാൻ കഴിയും, ദൈവം എനിക്ക് അനുകൂലമായി ഉണ്ട്. അതുകൊണ്ട് ഈ എന്നെ കേൾക്കുന്ന ഈ പ്രിയരെ, ദൈവം നമുക്ക് അനുകൂലമായി ഉണ്ട്. ചില പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പം പിറുപിറുക്കാറുണ്ട്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ, എൻ്റെ തലമുറയ്ക്ക് എന്താ ഇങ്ങനെ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താ ഇങ്ങനെ, എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പ്രയാസപ്പെടാറുണ്ട്. പക്ഷേയോ പ്രിയരെ, എൻ്റെ ഈ വചനം, എനിക്ക് എന്നെ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ എനിക്ക് ധൈര്യം പകർന്നു നൽകുന്ന ഈ വചനം പ്രിയരെ, അത് നിങ്ങൾക്കും ഒരു ആശ്വാസമാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോയിലൂടെ എന്നെ കാണുന്ന എല്ലാവർക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാം. നിരാശപ്പെട്ട് പ്രയാസപ്പെട്ടായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഈ വചനം ഷെയർ ചെയ്യുന്നു. പ്രിയരെ, ദൈവം നമുക്ക് അനുകൂലമാണ്. ഒരു വാക്യം കൂടെ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നാണ് ദൈവത്തിൻ്റെ വചനം. യേശു പറഞ്ഞു, തൻ്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ യേശു ഈ വാക്ക് പറഞ്ഞു. അതുകൊണ്ട് പ്രിയരെ, നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ, നമ്മൾ ഭാരപ്പെടുമ്പോൾ, നമ്മൾ ദുഃഖിക്കുമ്പോഴൊക്കെ നമ്മളെ സഹായിക്കുന്നവനായ ശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല. സന്തോഷപ്പെട്ട് ആമേൻ, എല്ലാം പോസിറ്റീവായി, എല്ലാം ക്രിയാത്മകമായ ചിന്തയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. ഈ ലോകത്ത് എല്ലാം ഉണ്ട്, ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന ഒരു വാക്യമാണിത്. ദൈവം എനിക്ക് അനുകൂലമാണ്, പ്രതികൂലം ആരുമില്ല, ദൈവം എനിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് പ്രിയരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഈ മീഡിയയിലൂടെ കാണുന്ന എല്ലാവർക്കും ഒരു ആശ്വാസകരമാകട്ടെ. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവം നമുക്ക് അനുകൂലമായുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരിക്കലും പ്രതികൂലമായ ആരുമില്ല. ആമേൻ, സ്തോത്രം. പ്രാർത്ഥിക്കാം, നമുക്ക് പോസിറ്റീവായി മുന്നേറാം. ആമേൻ, സ്തോത്രം. എല്ലാം പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറും. അത് നമുക്ക് ഒരിക്കൽ മാറും. ആമേൻ, സ്തോത്രം. എല്ലാം ദൈവം എനിക്ക് പോസിറ്റീവായി വഴി തുറക്കും. പുതിയ വാതിലുകളും പുതിയ വഴികളും പുതിയ വാതിലുകൾ, പുതിയ പദ്ധതികളെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കുമെന്നുള്ള വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ വിശ്വാസമുണ്ടെങ്കിൽ ദൈവം നമ്മളെ കരുതും, പുലർത്തും. മുന്നോട്ടുള്ള വാതിലുകളും വഴികളുമെല്ലാം ദൈവം തുറക്കും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.